ഹലോ, ഞങ്ങളുടെ അടുത്ത ട്രിപ്പിൻ്റെ ഒരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇത്തവണ ഇറ്റലി പോവുകയാണ്. ആസ് യൂഷ്വൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ട്രെയിനിലാണ് എയർപോർട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ എത്തി എയർപോർട്ടിൽ, റെയിൽവേ സ്റ്റേഷനിലെത്തി. അന്നെല്ലാവരും തിരക്കായിരുന്നു, റെയിൽവേ സ്റ്റേഷനിലും തിരക്കായിരുന്നു, ട്രെയിൻ ലേറ്റായി, ട്രെയിനിലും ഫുൾ തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോഴേക്കും ഇച്ചിരി ലേറ്റായി എന്ന് തോന്നി. ബട്ട് ഇല്ല, ഞങ്ങൾ ബോർഡിംഗ് പാസൊക്കെ മേടിച്ചു. അവിടെ ചെന്ന് കുറേ നേരം പറ്റി ഷോ ആയിരുന്നു. പിന്നെ അറിയത്തില്ല എന്താണെന്നറിയത്തില്ല, എയർപോർട്ട് ഫുൾ ബിസി ആയിരുന്നു. സമയത്തിന് തന്നെ ഫ്ലൈറ്റ് എത്തി. ഞങ്ങൾ ആസ് യൂഷ്വൽ റൈനയറിലാണ്. കഴിഞ്ഞ തവണ ഒരു മിസ്ഹാപ്പ് നടന്നെങ്കിലും ഇത്തവണയും ഞങ്ങളുടെ ബഡ്ജറ്റിൻ്റെ അകത്തൊതുങ്ങുന്ന ടിക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ റൈനയറിൽ തന്നെ ബുക്ക് ചെയ്തു. ബട്ട് ഇത്തവണ ഞങ്ങൾ ഭയങ്കര കോഷ്യസ് ആയിട്ടാണ് ബുക്ക് ചെയ്തത്. പിന്നെ ലൈനിൽ നിൽക്കുന്നുണ്ടായിരുന്ന സമയത്ത് ഒരു കുഞ്ഞു വാവയായിട്ട് നിറയെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നൈസായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് ഈവനിങ് തന്നെയായിരുന്നു. ഫ്ലൈറ്റ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും പകൽ തന്നെയായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇമിഗ്രേഷനിലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇത് ആകെ ഒരു പ്രോബ്ലം ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് എയർബിഎൻബി പോകാനായിട്ടുള്ളൊരു ഇത് മാത്രമേ ഞങ്ങൾ ബുക്ക് ചെയ്യാതിരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിസയിലാണ് ഇറങ്ങിയത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫ്ലോറൻസ് എത്തണമായിരുന്നു. കാരണം ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ ഉള്ള ഒരു ഡേ ട്രിപ്പ് ഞങ്ങൾ എയർബിഎൻബിയും അവിടെ തന്നെയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി പിസ എയർപോർട്ടിൽ നിന്ന് ഫ്ലോറൻസ് എയർബിഎൻബിയിലേക്ക് ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അവിടെ ഉണ്ടായിരുന്ന ടാക്സിയിലാണ് വന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി കാശായി. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഡേ ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങൾ എയർബിഎൻബിയിലോട്ട് പോയത്. പക്ഷേ എയർബിഎൻബി ഒന്ന് എത്തിയപ്പോഴേക്കും ഭയങ്കര അതിശയമായി. കാരണം ഒരു വലിയ വാതിലായിരുന്നു. ആ വാതിൽ കാണാൻ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ സീരിയലൊക്കെ കാണുന്ന പോലെ, സിനിമയിലൊക്കെ കാണുന്ന ഒരു ഭാർഗവി നിലയം കണക്കുള്ളൊരു എയർബിഎൻബി ആയിരുന്നു ഞങ്ങൾക്ക്. നോർമലി ഞങ്ങൾ സെൽഫ് ചെക്കിനാണ് ഉണ്ടാവുന്നത് എല്ലാ എയർബിഎൻബിയിലും. അപ്പോൾ ഇത്തവണ എയർബിഎൻബിയിൽ സെൽഫ് ചെക്കിനായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ഫിഗർ ഔട്ട് ചെയ്യേണ്ടി വന്നു എങ്ങനെ അകത്ത് കയറുന്ന കോഡ് എവിടെ അടിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഫ്ലോർസ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് റൂം തന്നെയായിരുന്നു ഞങ്ങളത്. പിന്നെ ഞങ്ങളവിടെ കയറി. നല്ലൊരു എയർബിഎൻബി ആയിരുന്നു ആക്ച്വലി. എനിക്ക് ഈ വീഡിയോ വന്നിട്ട് പോർട്രേറ്റ് ആണ് ഞാൻ എടുത്ത, ലാൻഡ്സ്കേപ്പിൽ എടുത്തായിരുന്നു. ബട്ട് കാണാനില്ല. ബട്ട് ഈ വീഡിയോ എനിക്ക് ലൈക്ക് അറിയാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇതെനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതിൽ പഴയ ഒരു സ്റ്റൈൽ ഹൗസിനെ അവർ ഫുൾ റെനോവേറ്റ് ചെയ്തിട്ടാണ് എയർബിഎൻബി ആക്കിയിരിക്കുന്നത്. വാഷ്റൂമും റൂംസും മിറേഴ്സും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മോസ്റ്റ്ലി വീടൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഇതിലുള്ള എന്തെങ്കിലുമൊക്കെ കോപ്പി അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു, ബ്രഷൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങി. നല്ല ടയർഡായിരുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ നേരത്തെ ഇറങ്ങണമായിരുന്നു. 6 o'clock ഞങ്ങൾക്ക് ഇറങ്ങണമായിരുന്നു. കാരണം ഞങ്ങളത് ഡേ ട്രിപ്പാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ടസ്കനി ഹോൾ, ടസ്കനി, ഫ്ലോറൻസ്, പീസ, ലീനിങ് ടവർ ഓഫ് പീസയൊക്കെ. പിന്നെ കുറച്ച് ഹെയർ കെയറും മേക്കപ്പൊക്കെ ആയിരുന്നു. പിന്നെ സിസ്റ്ററും കൂടി വീഡിയോയിൽ ഫുൾ കോമഡി ആയിട്ട്. ഇത് ഞാൻ ലണ്ടനിലുള്ള ഫ്രാൻസ് ഒക്കെ മേടിച്ച സ്പ്രേ ആയിരുന്നു. പിന്നെ സിസ്റ്ററും അവിടെ സ്പ്രേ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പെർഫ്യൂം കൊണ്ടു. ഞാൻ എൻ്റെ പെർഫ്യൂം കൊടുക്കേണ്ടി വന്നു ചുമ്മാ കേട്ടോ. പിന്നെ ബാക്കി സ്കിൻ കെയർ കാര്യങ്ങൾ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ ബ്ലഷ്, ഹൈലൈറ്റർ, ഇങ്ങനെ കുഞ്ഞു എൻ്റെ ബേസിക് മേക്കപ്പൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് റെഡിയായി. പിന്നെ സിസ്റ്റർ എനിക്ക് നോർമലി ഐലൈനർ വരച്ചിരുന്നു. എനിക്ക് ഐലൈനർ വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുൾ റെഡിയായി. ആണെങ്കിൽ ലാസ്റ്റ് ലേറ്റായി ഓടുമായിരുന്നു. പിന്നെ അതെ സിസ്റ്റർ റെഡിയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവസാനം റെഡിയായി ടൈമിന് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബസ് ഞങ്ങൾക്ക് ടൈമിന് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോകണമെന്ന് ഞങ്ങളത് ബസ് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റി. ഞങ്ങൾ തലേ ദിവസം രാത്രി എയർപോർട്ടിൽ നിന്ന് ബസ്സിൽ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. കാരണം ലേറ്റായി, ബസ്സസ് ഇല്ലായിരുന്നു. പിന്നെ ഈ രാവിലെ ഇനി നമ്മൾ റിസ്ക് എടുത്ത് നമ്മളെങ്ങാനും മിസ്സായാലും ഡേ ട്രിപ്പല്ലേ, നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയില്ലെങ്കിൽ അവിടെ നമ്മൾ വിട്ടിട്ട് പോകും. അപ്പോൾ പിന്നെ ഹോളിഡേ പ്ലാൻ നമ്മൾ ഇതേണ്ടി വരും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ക്യാബ് തന്നെ ബുക്ക് ചെയ്തു. പക്ഷേ പ്രശ്നം അവിടെ ഫുൾ ലൈക്ക് എല്ലായിടത്തും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആക്ച്വലി ഇറ്റലി. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു എയർപോർട്ടിൽ നിന്ന് എയർബിഎൻബി വരാൻ തന്നെ ഒത്തിരി കാശായി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എയർബിഎൻബിയിൽ നിന്ന് അടുത്തറി മീറ്റിംഗ് പോയിന്റിലോട്ട് വരാനും നല്ല കാശായി. ഞങ്ങൾ മീറ്റിംഗ് പോയിന്റ് വന്നിട്ട് അവിടുത്തെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾക്ക് റോമിലോട്ട് പോകാനുള്ള റെയിൽവേ സ്റ്റേഷൻ ഇത് തന്നെയാണ്. ഞങ്ങളുടെ 3 ദിവസത്തെ പ്ലാനാണ് ആക്ച്വലി. ഫസ്റ്റ് ഡേ ഫ്ലോറൻസ്, 4 ദിവസത്തെ പ്ലാൻ. ഫസ്റ്റ് ഡേ ഫ്ലോറൻസ്, സെക്കൻഡ് ഡേ ആൻഡ് തേർഡ് ഡേ റോം. പിന്നെ തേർഡ് ഡേന്ന് ഹാഫ് ഞങ്ങൾ വെനസ് പോയി. വെനസിൽ നിന്നാണ് പിന്നെ
തിരിച്ചു വരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ മീറ്റിംഗ് പോയിന്റിലെത്തി. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മീറ്റിംഗ് പോയിന്റിൽ പോയി അവിടെ കണ്ടു. കുറച്ച് കറങ്ങി നടന്നിട്ടാണ് അവിടെ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് പോയി. അടുത്ത ജസ്റ്റ് അടുത്തുള്ളൊരു ബേക്കറി പോലെ. പിന്നെ അവിടെ പോയി ഞങ്ങൾ ക്രോസാൻറ്റും കോഫിയും മേടിച്ചു. പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും സ്നാക്സ് പോലെ സ്നാക്സ് പ്രോട്ടീൻ ഒക്കെ മേടിച്ചു, ജസ്റ്റ് ഇൻ കേസ് നെക്സ്റ്റിന് അവിടെ എവിടെ ഫുഡ് നിർത്തി കഴിക്കാൻ നിർത്താമെന്നറിയില്ല. സോ രാവിലെ തന്നെ കുറച്ച് സ്റ്റഫ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡൊക്കെ ഇറ്റലിയിൽ ഭയങ്കര ടേസ്റ്റിയാണ്. ഞങ്ങൾ വിചാരിച്ചതിനെ പോലെ ഞങ്ങൾ ഫുഡും കൂടെ എക്സ്പ്ലോർ ചെയ്യാനാണ് പോയത്. അത് കറക്റ്റായിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമായിരുന്നു എന്തായാലും. കാരണം നമ്മൾ ഇനി അടുത്ത ഇറ്റലിയിലോട്ട് വരുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് മീറ്റിംഗ് പോയിന്റിൽ എത്താറുള്ള സമയമായി. അപ്പോൾ അവിടെ വന്നപ്പോഴേക്കും ഞങ്ങളുടെ അവിടെ 2 ഗൈഡ്സ് ഉണ്ടായിരുന്നു. ഒരാൾ ഇറ്റാലിയനിലും ഒരാൾ ഇംഗ്ലീഷിലും സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിലൊരു ബാൻഡ് തന്നായിരുന്നു, അത് കെട്ടിയൊക്കെ ഞങ്ങളുടെ അവരുടെ കൂടെയുള്ള ആൾക്കാരാണ് എന്നറിയാനായിട്ടുള്ള ഇതാന്ന് തോന്നുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരു ഡബിൾ ഡെക്കർ ബസ് ആയിരുന്നു. ബസ്സിൽ കയറിയപ്പോഴേക്കും ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലോറിലെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഞാൻ ചാടി കയറി ഓടിപ്പോയിരുന്നു. കാരണം നമ്മൾ വ്യൂ ഒന്നും മിസ്സാക്കാൻ പാടില്ലല്ലോ. പക്ഷേ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പണി കിട്ടി. അത് ഞാൻ വീഡിയോയിൽ വഴിയേ പറയാം. പക്ഷേ വ്യൂ ഒക്കെ വന്നിട്ട് അസാധ്യ ഭംഗിയായിരുന്നു. പിന്നെ അവർ എല്ലാ സ്ഥലങ്ങളും കൃത്യമായിട്ട് ഇറ്റാലിയനിലും പിന്നെ സ്പാനിഷ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാൻ വേണ്ടി സ്പാനിഷിലും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷിലും നമുക്ക് സ്റ്റോറീസ് ഇങ്ങനെ ഓരോരോ ഐതിഹ്യങ്ങളും അവരുടെ ഒരു ഹിസ്റ്ററി ഇറ്റലി എങ്ങനെയാണ് പണ്ട് മുതൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ലീനിങ് ടവർ ഓഫ് പിസയാണ്. അപ്പോൾ അതെങ്ങനെ ലീനിങ് ടവർ ഓഫ് പിസ ആയത്, എന്ത് മണ്ടത്തരം കാരണങ്ങൾ കൊണ്ടാണ് പിസയുടെ ടവർ ചെരിഞ്ഞ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നല്ല നല്ല വ്യൂസ് ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ഒരു 2 hours ഞങ്ങൾ 7:30 എന്തോ ആണ് സ്റ്റാർട്ടായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് 2 hours കഴിഞ്ഞ് 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ ലീനിങ് ടവർ ഓഫ് പിസയുടെ അടുത്തെത്തി. ഭയങ്കര ചൂടായിരുന്നു ആക്ച്വലി. ഇപ്പം നമ്മുടെ ബസ്സിൽ AC ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ് നിർത്തി ഒത്തിരി ദൂരം നടക്കാനുണ്ടായിരുന്നു നമ്മുടെ ലീനിങ് ടവർ ഓഫ് പിസയുടെ അടുത്തോട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ കൂടെ ഒത്തിരി എത്നിസിറ്റിയിലുള്ള ആൾക്കാരായിരുന്നു. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടവർ കണ്ടപ്പോഴേക്കും ലൈക്ക് നമ്മുടെ താജ്മഹലൊക്കെ കാണാൻ പോകുമ്പോഴുള്ളൊരു ഫീലിങ്സ്. ഞാൻ താജ്മഹൽ കാണാനെതിരെ പോയി, പക്ഷേ ഞാൻ ഇറ്റലിയിൽ ലീനിങ് ടവർ ഓഫ് പിസ കാണാൻ പോയി കേട്ടോ ഗൈസ്. അപ്പോഴേക്കും അവിടെ വന്നിട്ട് ജസ്റ്റ് ടവർ മാത്രമല്ല, അതിൻ്റെ ഫ്രണ്ടിലൊരു ചർച്ചും അതിൻ്റെ ഫ്രണ്ടിലൊരു ചാപ്പലും ഒക്കെ ഉണ്ട്. ആ ഫ്രണ്ടിലിരിക്കുന്നത് ചാപ്പലും മിഡിലിരിക്കുന്ന ചർച്ചും പിന്നെ ഏറ്റവും ബാക്കിലാണ് ലീനിങ് ടവർ ഓഫ് പിസ ഉള്ളത്. അപ്പോൾ അതിൽ വേറൊരു സംഭവം പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ പിസ ലീനിങ് ടവറിൽ നമ്മളിങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മൾ നേരെ നിർത്താൻ വേണ്ടി ഫോട്ടോ എടുക്കുമല്ലോ, അങ്ങനെയുള്ള ഫോട്ടോസ് ഇനി എടുക്കണം. കാരണം ആ ഒരു മോട്ടിവേഷൻ കാരണമെങ്കിലും അത് ചെരിഞ്ഞ് വിടാതിരിക്കണം എന്നൊക്കെ അവർ വെറുതെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി അവിടെ ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു. പിന്നെ ഞാനും ദിവ്യയും ഈ സൈഡിൽ കൂടെ വന്നു. പിന്നെ ഞാനും സിസ്റ്ററും കൂടെ ആ സൈഡിലൊക്കെ അവിടെ കറങ്ങി അവിടെ പോയി കുറേ നേരം നിന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ആസ് ഇറ്റ് ഇസ് എ ടൂറിസ്റ്റ് പ്ലേസ്. എപ്പോഴും ആൾക്കാർ ജനസാഗരമായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ വെരി അൺറിയലിസ്റ്റിക് ആൻഡ് സറിയൽ സിറ്റുവേഷൻ. കാരണം ഇതൊക്കെ ലൈഫിൽ കാണാൻ പറ്റുന്നോ അടുത്ത് പോകാൻ പറ്റുമെന്നോ ഒന്നും ലൈഫിൽ വിചാരിച്ചതല്ല. ബട്ട് സംഹൗ ഇറ്റ് ഹാപ്പൻ വിച്ച് വാസ് ലൈക്ക് സോ നൈസ്. പിന്നെ ഇതെല്ലാം മാർബിളിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഭംഗി കാണാൻ അല്ലായിരുന്നു. പിന്നെ ഞങ്ങളതിൻ്റെ ടോപ്പിലൊന്നും കയറാനൊന്നും പോയില്ല. ടൈം സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ട സമയം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ മീറ്റിംഗ് പോയിന്റിൽ എത്തണം എന്നൊക്കെ. പിന്നെ ഞങ്ങൾ ആ സമയം മാറാതെ, കാരണം ഞങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ ചീത്ത പറയും. ഗൈഡ്സൊക്കെ അങ്ങനെ വന്നത് നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ എവിടെ പോയിരുന്നു അത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ടൈമിന് തന്നെ ബസ്സിൽ കയറി. പിന്നെ അത് കഴിഞ്ഞ് ബസ് എടുത്തു. പിന്നെ പോയതൊരു ലൈറ്റ് ലഞ്ച് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വന്നിട്ട് ആദ്യം നോൺ വെജ് കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങൾ നോൺ വെജ് കഴിക്കും എന്നൊക്കെ പറഞ്ഞു. വൈൻ ടേസ്റ്റിങ്ങിനാണ് ആക്ച്വലി നെക്സ്റ്റ് പോകുന്നത്. ടസ്കനിയുടെ മെയിനായിട്ടുള്ളൊരു പ്ലേസിൽ തന്നെയാണ്. പോകുന്ന വഴിയൊക്കെ നിറയെ സൂര്യകാന്തി പൂക്കളുടെ പാടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല മരങ്ങളായിരുന്നു. ലൈക്ക് യുണീക്കായിട്ട് തോന്നി. നേച്ചറിൻ്റെ ഭംഗി നല്ലതായിരുന്നു. പക്ഷേ ആക്ച്വലി ഫ്ലോറൻസ് ടസ്കനിയൊക്കെ അതിന് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങളത് ഭയങ്കര മിക്സ്ഡ് ആയിട്ടാണ് ഞങ്ങളുടെ ഹോൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് ഡേ ടസ്കനിയും സെക്കൻഡ് ഡേ കുറച്ച് സിറ്റി ഏരിയ പോലെ റോമും പിന്നെ വത്തിക്കാൻ സിറ്റി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെനിസ് ആണ് ലാസ്റ്റ് ഡേ പ്ലാൻ ചെയ്തിരുന്നത്.
കൺട്രി സൈഡ് ഓഫ് ഇറ്റലി കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ആക്ച്വലി. ഫുൾ ട്രീസും പിന്നെ വൈൻയാർഡ്സ്, പിന്നെ ഇഷ്ടംപോലെ ഫാംസും, പിന്നെ ഫ്ലവർ ഫാംസ് മെയിൻലി. പിന്നെ സൈഡിൽ ഫുൾ മൗണ്ടെയ്ൻസ് ഒക്കെ ആയിരുന്നു, കൈൻഡ് ഓഫ് സ്മോൾ സ്മോൾ ഹിൽസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഞാൻ ഫ്രണ്ട് ഇരുന്നതുകൊണ്ട് എനിക്ക് പണി കിട്ടിയെന്ന്. പ്രശ്നം എന്തായെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു, അപ്പം അത് ഫുള്ള് ചൂടായിരുന്നു ഞാൻ ഫ്രണ്ട് ഇരുന്നിട്ട്. അങ്ങനെ അതായിരുന്നു പ്രശ്നമായത്. പിന്നെ എന്നാലും ഞാനതൊക്കെ സഹിച്ച് അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളെത്തി വൈൻ ടേസ്റ്റിങ്ങിൻ്റെ അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വ്യൂ ഉണ്ടായിരുന്നു, നിറയെ ഫ്ലവേഴ്സും പിന്നെ റോസസും ഒക്കെ പ്ലാന്റ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞ് ഫാം പോലെയായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ അകത്ത് കയറി അത് സെല്ലറും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഫുൾ വൈൻസും ഒക്കെ വെച്ചിട്ട്. പിന്നെ മെയിൻലി അവർ വൈൻ ടേസ്റ്റിങ്ങിന് എങ്ങനെ അവരുടെ കൾച്ചറൽ ഫുഡായിരുന്നു ഫുൾ. അവിടെ ബ്രെഡും ഗാർലിക് സ്പ്രെഡും ഒക്കെ ആയിട്ട്. പിന്നെ കാണുമ്പോഴത്തേക്ക് ഇതെന്തായാലും പച്ചയ്ക്ക് വെച്ചിരിക്കുന്നതെന്ന് തോന്നും, പക്ഷേ അതിൻ്റേതായ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റായിരുന്നു. ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് അവരുടെ ഓരോരോ ഡിഷസ്. ഫസ്റ്റ് ഞങ്ങൾക്ക് നോൺ വെജിന് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹാമും എന്തോ ആണ്. അപ്പം എനിക്കത് ട്രൈ ചെയ്യണമായിരുന്നു. പിന്നെ ഞങ്ങളത് വേണമെന്ന് പറഞ്ഞായിരുന്നു, ബട്ട് അതാദ്യം വന്നില്ല. പിന്നെ 3 ടൈപ്സ് ഓഫ് വൈനായിരുന്നു. ഫസ്റ്റ് വൈറ്റ് വൈൻ, പിന്നെ റോസ്, പിന്നെ ലാസ്റ്റ് ആയിരുന്നു റെഡ് വൈൻ. അപ്പോൾ അതിന് ക്വാണ്ടിറ്റി വന്നിട്ട് നല്ല ഉണ്ടായിരുന്നു. ഓരോ പോറിലും അവർ കഴിയുമ്പോൾ നമുക്ക് പിന്നെയും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ആക്ച്വലി. ഞങ്ങളുടെ ഹോൾ ഫ്ലോറൻസ് ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വൈൻ ടേസ്റ്റിംഗ് ആണ്. കാരണം ഞങ്ങൾ ഫുൾ വൈറ്റ് പീപ്പിൾ ആയിരുന്നു. ഞങ്ങളുടെ കൂടെ ആകെ ഒരു ഇന്ത്യൻ കപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഹണിമൂണിന് വന്നായിരുന്നു ആക്ച്വലി ഫ്രം ഇന്ത്യ. അപ്പോൾ അവരല്ലാണ്ട് ഫുൾ വേറെ നാട്ടിലുള്ള ആൾക്കാരായിരുന്നു. ഞങ്ങൾ അവരുടെ സംസാരിച്ചു, നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ വൈൻ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് ഞങ്ങൾ പോയത് സാൻ ജിമിനിയാനോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു, പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ആക്ച്വലി. പക്ഷേ ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഗൈഡ് വന്നിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടെത്തിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി ഈ സമയമാകുമ്പോൾ തിരിച്ച് വരണം. എന്നിട്ട് അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ആർക്കും തിരിച്ച് വരാൻ തോന്നത്തില്ല, അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ എത്തുന്നവരെ ഇതെന്താണ് ഫുൾ ഹൈക്കിംഗ് ആണല്ലോ, ഇങ്ങനെ മല കയറാനാണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ അതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോഴേക്കാണ് മനസ്സിലായത് അത് വന്നിട്ട് ഫുൾ ഷോപ്പിംഗ് സെൻറ്റർ പോലത്തെ ഒരു സ്ഥലമാണ്. അതായത് പഴയ ഈ വില്ലേജസ് അല്ല, ഇങ്ങനെ ഹൗസസ് ഒക്കെ വന്നിട്ട് അവർ ട്രാൻസ്ഫോം ചെയ്ത് അവിടെ ഫുൾ ഒരു ഷോപ്പിംഗ് വില്ലേജ് പോലെയാണ് ബേസിക്കലി. ആൻഡ് ഈ ഹൗസസ് ഒക്കെ വന്നിട്ട് വളരെ ഓൾഡ് ബിൽഡിങ്സ് ആണ്. അതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി ഞങ്ങൾക്ക് ആ ഗൈഡ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഇവിടെ വന്നിട്ട് ടവേഴ്സ് പോലെയാണ് ഹൗസസ് ഉണ്ടാക്കുന്നത്. കാരണം പണ്ട് ടവേഴ്സായിട്ട് ഹൗസസ് ബിൽഡ് ചെയ്യാനായിട്ട് അവർക്ക് ടാക്സ് കൊടുക്കണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് പറയുന്ന പോലെ, പക്ഷേ നമ്മൾ സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ ഫ്ലോർസിനും സ്ക്വയർ ഫീറ്റ് പറയില്ല, പക്ഷേ അവിടെ അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞായിട്ട് ഫ്ലോർസ് വെച്ചിട്ട് അവരതിൻ്റെ മേലെ വയ്ക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഫാമിലീസൊക്കെ അടുത്തടുത്തുള്ള ഫാമിലീസ് ആണെങ്കിൽ അവർ ഒരു വീട്ടിൽ നിന്ന് ഓരോ വീട് കണക്ട് ചെയ്യാൻ ടോപ്പിൽ നിന്ന് ബ്രിഡ്ജ് പോലെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ അതുപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് അതൊക്കെ നമുക്ക് കാണാമായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു ആക്ച്വലി അവിടെ. പിന്നെ അതിൻ്റെ ടോപ്പിൽ വന്നിട്ട് ഒരു ഐസ്ക്രീം, ഇറ്റലിയിൽ ജലാറ്റോ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവിടെ അത് ഉണ്ടാവും എന്ന് പറഞ്ഞു, കഴിച്ച് നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. മെൻഷൻ്റെ ഏർലിയർ വെയിൽ അസഹനീയമായിരുന്നു ആക്ച്വലി. അപ്പോൾ പിന്നെ അവിടെ ക്യൂവിൽ നിൽക്കാനുള്ള ഒരു ഇതുമില്ലായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് അവിടെ റോം വന്നു. ഇറ്റലിയിൽ മെയിൻലി എവ്രിവെയർ ഞങ്ങൾക്ക് ഈ വാട്ടർ ഫൗണ്ടെയിൻസ് ഉണ്ടാവും. അതൊക്കെ റോഡിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പൈപ്പ് പോലെ, ബട്ട് ആ വെള്ളം വന്ന് ഭയങ്കര ക്ലീൻ ആയിരിക്കും, നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ആക്ച്വലി. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് ഞങ്ങൾ ബസ്സിൽ കയറി പോയത് സിയന്ന എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അപ്പോൾ അതും സെയിം സ്ട്രീറ്റ്സ് ആയിരുന്നു. അഗെയിൻ അതും ഈ ഷോപ്പിംഗ് സെൻറ്റർ പോലത്തെ ഒരു സംഭവമായിരുന്നു ഫുള്ള്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഓൾഡ് ബിൽഡിങ്സ് ആണ്, അതായത് പഴയ ആർക്കിടെക്ചേഴ്സ് തന്നെയാണ്, പക്ഷേ അത് കൺവേർട്ടഡ് ഇൻ ടു ന്യൂ ഷോപ്സ് ആൻഡ് ബ്രാൻഡഡ് ഷോപ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു ഷോപ്പിൽ നിറയെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജലാറ്റോ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അസാധ്യ ടേസ്റ്റാണ് ആക്ച്വലി. ഞങ്ങൾ കഴിച്ചതിൽ വെച്ചിട്ട് ലൈഫ് ടൈമിൽ ഞാൻ കഴിച്ചത് വെച്ചിട്ട് ഏറ്റവും നല്ല ജലാറ്റോ ഇറ്റലിയിൽ നിന്നാണ് മേടിച്ച് കഴിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇങ്ങനെ തിരിഞ്ഞ് നടന്നു, തിരിച്ച് വന്നു ആക്ച്വലി. പിന്നെ അതിനിടയിൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങൾ എത്തി, അത് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഞങ്ങൾ മീറ്റിംഗ് പോയിന്റിൽ കൊണ്ട് എത്തിച്ചു ഗൈഡ്. പിന്നെ അതായിരുന്നു ഞങ്ങളുടെ ഹോൾ ഫ്ലോറൻസ് ട്രിപ്പ്, ടസ്കനി ട്രിപ്പ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എയർബിഎൻബിയിലോട്ട് ബസ് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് കയറി ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഞാനും സിസ്റ്ററും ഫ്രണ്ടും കൂടെ ഞങ്ങൾ ആക്ച്വലി പുറത്ത് പോയി പാസ്ത കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കത്തില്ല, അപ്പോൾ ആൾ എയർബിഎൻബിയിൽ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മൂന്നേരും പിന്നെ പാസ്തയും, എനിക്ക് കാർബണാറ പാസ്തയും ഈ ആപ്രോൾ സ്പ്രിറ്റ്സും ട്രൈ ചെയ്യണമെന്നായിരുന്നു, ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ
സിസ്റ്റർ മേടിച്ചത് ഓബർജീൻ ടൈപ്പ് സംതിങ് ആയിരുന്നു. പക്ഷേ അതും നല്ല ചീസ് പുള്ളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു ആക്ച്വലി. പിന്നെ ഫ്രണ്ട് മേടിച്ചത് റാവിയോളി പാസ്ത ആയിരുന്നു, അതും കൊള്ളായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ ഗൈസ്. സീ യു നെക്സ്റ്റ് വ്ലോഗ്. ബൈ.